ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. ജൂലൈ 21 10 മണി സമയം നമ്മുടെ വിഴിഞ്ഞംകടപ്പത്തെ കാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ തട്ടുമടിക്കാരാണ് കേട്ടോ. തട്ടുമടിക്കാർക്ക് പ്രധാനമായിട്ടുള്ളത് ക്ലാത്തി, അതുപോലെ കത്താള എന്ന് പറയും കേട്ടോ. പിന്നെ നവരമീൻ, ഇതൊക്കെ വേണം പ്രധാനമായിട്ട്. നവരമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടപ്പണിക്കുള്ളതാണ്. തട്ടുമടിക്ക് ഏറ്റവും കൂടുതലുള്ളത് കത്താള മീനും കറുത്ത ക്ലാത്തി മീനുമാണ്. അപ്പൊ നോക്കാം, നമുക്ക് അടുത്ത് പോയേ വള്ളക്കാരുടെ അടുത്ത് പോയിട്ട് നോക്കാം മീനുകൾ. ഇതിപ്പം ഏകദേശം ഒരു 100-ൽ കൂടുതൽ വള്ളക്കാര് അവിടെ അടുപ്പിച്ച് മീനൊക്കെ ലേലത്തിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ട് ഒരുപാട് വള്ളക്കാർ വെയിറ്റിംഗ് ആണ്. ഓരോ വള്ളക്കാർ തള്ളി വിട്ട് കഴിഞ്ഞാൽ അടുത്ത വള്ളം കൊണ്ട് അടുപ്പിക്കാനായിട്ട്. ഇത് നമ്മുടെ ഫിഷ്ലാൻഡിന്റെ ഇടത് സൈഡാണ്. ഇടത് സൈഡ് കാണുന്ന ഒരു കാഴ്ചയാണ്. ഉണ്ടാകും വെള്ളം നിറയെ കറുത്ത ക്ലാത്തികൾ കണ്ണുണ്ടാവും. ശവലിട്ടാണ് പോരുന്നത്. കമ്പനിക്കാർക്കാണ് കേട്ടോ അളന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാണുന്ന എല്ലാം കറുത്ത ക്ലാത്തി മീൻ തന്നെയാണ്. ഇത് നമ്മുടെ ഫിഷ്ലാൻഡിലെ ഇടത് സൈഡാണ്. ഈ കാണുന്നതാണ് പ്രധാന ഭാഗം. കമ്പനിക്കാരൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൈസയാണ്. ബോക്സിലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ശവലിട്ടൊക്കെ പോരുന്ന ഒരു കാഴ്ച. ജീവനോടെ തന്നെ ക്ലാത്തി മീൻ പോരുന്ന ഒരു കാഴ്ച കാണാം. ഈ കാണുന്നതൊക്കെ കത്താള എന്ന് പറഞ്ഞിട്ട് കത്താള മീനുകളാണ്. ഇത് ഒരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഇതൊക്കെ കമ്പനിക്കാർ എടുക്കുന്നത്. ശീലാവ് പോകുന്നുണ്ട്. ശീലാവ് അറുന്നൂറ് 50 3 650 700 3 700 750 3 750 50 3 750 50 3 750 50 50 കൂട്ടുണ്ടോ? നവരമീനും തട്ടുപടിക്കുള്ളതല്ലേ? തട്ടുപടിക്കുള്ളതാണ്. ഈ കാണുന്ന നവരമീനുമേ തട്ടുപടിക്കുള്ളതാണെന്നാണ് ഞാൻ പറയുന്നത്. ശീലാവുണ്ട്, ക്ലാത്തി, കറുത്ത ക്ലാത്തി, അതുപോലെ കത്താള. തട്ടുപടിക്കുള്ള ചെമ്മീൻ കാണുന്നത് കേട്ടോ. ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നവരയാണ് കാണിച്ചു തന്നെ. അതൊക്കെ തട്ടിയിട്ടുണ്ട്. ഇതിലാണ് നവരമീൻ. തട്ടുപടിക്കുള്ള നവരമീനാണ്. വെള്ള നവരയാണ്. വെള്ള നവര. നമ്മളെല്ലാം കണ്ടത് ജൂലൈ 21 10 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. നമ്മുടെ വിഴിഞ്ഞംകടപ്പത്തെ കാഴ്ചകളാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വീഡിയോ ചെയ്ത് ഫസ്റ്റിൽ തന്നെ മീൻ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചാടിക്കയറി വരല്ലേ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള മീനുകൾക്ക് അതിൻ്റെതായ വിലയും, അതുപോലെ ഡിമാൻഡ് കൂടിയ മീനുകൾക്ക് അതിൻ്റെതായ വിലയുമായിരിക്കും കേട്ടോ. അപ്പൊ മീനുകളൊക്കെ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് വിലയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല. വിലയൊക്കെ നല്ല വില തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നവരമീൻ്റെ ലേലവിളി നമ്മൾ കണ്ട്, അതുപോലെ തന്നെ വട്ടക്കണ്ണ് പാരയുടെ ലേലവിളിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ വിലയാണ്. ഈ കറുത്ത ക്ലാത്തിക്ക് കുറച്ച് അല്പം വില കുറവുണ്ട്. അതൊക്കെ കൂടുതലായിട്ട് ഭക്ഷ്യയോഗ്യമല്ലാത്തത് കാരണം അതൊക്കെ പോകുന്നത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. കോഴിത്തീറ്റയ്ക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇനി എത്രത്തോളം ഈ ഒരു തിരക്കോ കാര്യങ്ങളോ കാണുമോ ഇല്ലയോ ഒന്നും തന്നെ അറിയില്ല. ഇന്നലെ ഏകദേശം ജൂലൈ 20 വൈകുന്നേരം വരെ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കല്ലങ്കട വള്ളക്കാരായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ കുട്ടിച്ചൂരയും വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. കാരണം എന്താന്ന് പറയാം, ഇന്നലെ കുട്ടിച്ചൂര പണിക്ക് പോയിട്ട് വന്ന വള്ളക്കാർക്കൊക്കെ ഞണ്ടുണ്ടായിരുന്നു, ചുവപ്പ് ഞണ്ട്. അപ്പൊ അതൊക്കെ അതൊന്ന് അഴിച്ചു മാറ്റിയിട്ടൊക്കെ പോയപ്പോൾ രാത്രി സമയമായ വള്ളക്കാർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൂട്ടുകാർ വരാനായിട്ട്.